ആരാണെന്ന് മനസ്സിലായോ? വല്ല പിടിയുണ്ടോ? ഇതിനെയാണ് ഉണക്കിറച്ചി എന്ന് പറയുന്നത്. ഉണക്കിറച്ചി, ഇടിയിറച്ചി അങ്ങനെ പല ഭാഗത്തും പലതാണ് പറയുന്നത്. എന്തായാലും എൻ്റെ നാട്ടിലേക്കൊക്കെ ഇതിന് ഉണക്കിറച്ചി എന്നാണ് പറയുന്നത്. ഇതല്ലാട്ടോ ഇവൻ്റെ രൂപം. ഇവനിങ്ങനെ വിറകുള്ളി പോലെ കല്ല് പോലെ ഇരിക്കും. ഇതിനെ ഞാൻ 1 മണിക്കൂർ ചൂടുവെള്ളത്തിലെടുത്ത് മയപ്പെടുത്തി എടുത്തതാണ്. ആദ്യമേ പറയട്ടെ, ഇത് ഓരോരുത്തരും ഉണ്ടാക്കുന്ന രീതി ഓരോന്നാണ്. ഞാനിവിടെ ഈസി ആയിട്ട്, നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ ഇത് ഉണ്ടാക്കാം എന്നാണ് കേട്ടോ കാണിച്ചു തരുന്നത്. ചിലർ ചുട്ടെടുത്ത് ഒലത്തുന്നവരുണ്ട്, ചിലർ ചുട്ടെടുത്ത് വെളിച്ചെണ്ണ കൂട്ടി തിരുമ്മി കഴിക്കുന്നവരുണ്ട്. അങ്ങനെ പല രീതിയുണ്ട്. ഇതെന്തായാലും ഞാൻ 1 മണിക്കൂർ ചൂടുവെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ അമ്മിക്കല്ലിലിട്ട് ഇടിച്ച് എടുക്കുക. അപ്പം അതിങ്ങനെ പരന്ന് വരും. ആ പരന്ന് വന്നതിന് ശേഷം നമുക്കത് ഇതുപോലെ പിച്ചി പറിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിനെ നാര് പോലെ എടുക്കാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ ചെയ്യാം. അപ്പം അങ്ങനെ നാര് പോലെ ഞാൻ എല്ലാം എടുക്കുകയാണ്. അപ്പം ഇത് ഒരു സംഭവമാണ് കേട്ടോ. ഇത് ആരെങ്കിലും കഴിക്കാത്തവരുണ്ടെങ്കിൽ എനിക്ക് ഇതിൻ്റെ സ്വാദ് പറഞ്ഞറിയിക്കാൻ വയ്യ. ഇത് നമ്മുടെ ബീഫ് നമ്മളെ സ്റ്റേക്ക് പോലെ കട്ട് ചെയ്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും കൂടെ തിരുമ്മി ഇങ്ങനെ ഒരു വള്ളിയിൽ ഇങ്ങനെ കോർത്തിട്ടിട്ട് പണ്ടത്തെ അടുപ്പിൻ്റെ മുകളിൽ കെട്ടി തൂക്കിയിട്ട് ആ പുക കൊണ്ട് ഉണങ്ങും, അല്ലെങ്കിൽ നല്ല വെയിലത്തിട്ട് ഉണങ്ങും. ഇങ്ങനെ 2 രീതിയിലാണ് പഴയ ആൾക്കാർ ഉണ്ടാക്കാറ്. ഇതെൻ്റെ അമ്മ വീട്ടിൽ നിന്നാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. അന്നൊക്കെ എനിക്ക് ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു. ഇപ്പോൾ എവിടെ നിന്നും കിട്ടാനില്ല. ഇതെനിക്ക് ഒരു കടയിൽ നിന്നാണ് കിട്ടിയത്. അത് ഏത് കടയിൽ നിന്നാണെന്ന് അറിയണമെങ്കിൽ എന്നോട് കമൻ്റ് ഇട്ട് ചോദിച്ചാൽ മതി. ഞാൻ ഇവിടെ പറഞ്ഞാൽ നിങ്ങൾ പറയും ഞാൻ ആ കടക്കാരെ സ്പോൺസർ ചെയ്യാമെന്ന്. അതേതായാലും വേണ്ട. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് അങ്ങനെ പിച്ചി പറിച്ച് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം. അതിലേക്ക് ഞാൻ അത്യാവശ്യം നന്നായിട്ട് ചെറിയ ഉള്ളി ചതച്ചത് ചേർത്തു. അതിനുശേഷം നന്നായിട്ട് വഴണ്ട് വന്ന് കഴിയുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്. മുളക് പൊടിയല്ല, ചതച്ച മുളകാണ് കൂടുതൽ നല്ലത്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ഇട്ടത്. എന്നിട്ട് നമ്മുടെ ഉണക്കിറച്ചിയും കൂടെ ഇട്ട് നന്നായിട്ട് അതിനെ മുരിച്ചെടുക്കുക. കറിവേപ്പിലയും ഉണ്ടായിരുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് കറിവേപ്പിലയും ഇടാം. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പം വീട്ടിൽ അടുപ്പൊക്കെ ഉള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല ബീഫൊക്കെ കിട്ടുമ്പം നല്ല ഉപ്പും മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും കൂടെയൊക്കെ കൂട്ടി തിരുമ്മി മാല കോർത്തിട്ട് ഒന്ന് ഉണക്കിയെടുത്ത് നോക്കൂ കേട്ടോ. എനിക്ക് എന്തായാലും അതിനുള്ള വകുപ്പില്ലാത്തതുകൊണ്ട് ഞാൻ കടയിൽ കണ്ടപ്പോഴേ ചാടി കയറി മേടിച്ചു. ഇതാണ് കേട്ടോ അവൻ്റെ ഫൈനൽ ലുക്ക്. ഇതൊരു ഇച്ചിരി മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. എന്തായാലും ഇത് കിട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. താങ്ക്